ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥിനടുത്തുള്ള ഈ ഗുഹയിൽ വെച്ചാണ് വ്യാസമുനി മഹാഭാരതം രചിച്ചത് എന്നാണ് വിശ്വാസം. അദ്ഭുതകരമായ കാര്യം, ഗുഹയുടെ മുകൾ ഭാഗം താളിയോലകൾ അടുക്കി വെച്ചതുപോലെ അഥവാ പുസ്തകത്താളുകൾ പോലെ കാണപ്പെടുന്നു എന്നതാണ്. ഇത് വ്യാസമുനിയുടെ അറിവിനോടുള്ള പ്രകൃതിയുടെ ബഹുമാനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതേ ഗുഹയിൽ തന്നെ വ്യാസമുനിക്കടുത്തായിരുന്ന ഗണപതി ഭഗവാനാണ് മഹാഭാരതം എഴുതി സഹായിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു. വ്യാസഗുഹ എന്നറിയപ്പെടുന്ന ഈ പുണ്യസ്ഥലത്തു വെച്ചു തന്നെയാണ് വ്യാസമുനി വേദങ്ങൾ 4 തിരിച്ചതും പുരാണങ്ങൾ രചിച്ചതുമെന്നും കരുതപ്പെടുന്നു. മഹാഭാരതം എഴുതി തീർത്തപ്പോൾ അത് എക്കാലവും സൂക്ഷിക്കപ്പെടാൻ സർവ്വവിഘ്നങ്ങളും നീക്കാനായി ഗണപതി ഭഗവാൻ ഗുഹയുടെ മുകളിൽ ഒരു പാറ വെച്ചുവത്രേ. വ്യാസഗ്രന്ഥ എന്നറിയപ്പെടുന്ന നല്ല ഭംഗിയുള്ള ആ പാറ താണിയോലകൾ അടുക്കി വച്ചതുപോലെ കാണപ്പെടുന്നത് മഹാജ്ഞാനിയായിരുന്ന വ്യാസമുനിയോടുള്ള പ്രകൃതിയുടെ ആദരവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വ്യാസഗുഹയ്ക്ക് സമീപമായി ഒഴുകുന്ന സരസ്വതി നദി ഇപ്പോൾ മറ്റെങ്ങും ദൃശ്യമാകാതെ പോകുന്നത് അന്ന് മഹാഭാരതം എഴുതാൻ തുടങ്ങിയപ്പോൾ നദിയൊഴുകുന്ന ശബ്ദം ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി വ്യാസമുനി അപ്രത്യക്ഷമാക്കിയതാണെന്നും വിശ്വാസമുണ്ട്. ചുരുക്കത്തിൽ വിചിത്രമായ കാഴ്ചകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു സ്ഥലമാണ് വ്യാസഗുഹ. ആത്മീയമായ ഇത്തരം അറിവുകൾ തുടർന്നും ലഭ്യമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.